കേരള PSCയിൽ ചോദിക്കുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 150 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 150 ചോദ്യങ്ങൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ 1000 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോ വീഡിയോയിലും എടുക്കുന്നത് അന്ന് തന്നെ പഠിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഹരിതകണമുള്ള ഒരു ജന്തു? ഉത്തരം യുഗ്ലീന. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. ഹാൻഡിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം? ഉത്തരം മസ്തിഷ്കം. ഹീമറ്റൂറിയ എന്നാൽ എന്ത്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ജലമാണ്. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ജലം. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു? ഉത്തരം കെവ്ലാർ. ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം കാണ്ഡം. പുഷ്പകങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം റോസ് ആണ്. പുഷ്പകങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസ്. ജീൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞേതാവ് ആരാണ്? ഉത്തരം വില്യം ജൊഹാൻസൺ. ജീൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞേതാവാണ് വില്യം ജൊഹാൻസൺ. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം? ഉത്തരം പൈറോഹീലിയോമീറ്റർ. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. റോബോട്ടിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ജോ ആങ്കിൾ ബർജർ. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ്? ഉത്തരം അസറ്റിക് ആസിഡ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ്. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം എന്ത്? ഉത്തരം രക്തം കട്ടപിടിക്കാതിരിക്കൽ. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതിരിക്കുന്നത് ഹീമോഫീലിയയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഹീമോഗ്ലോബിനിലുള്ള ലോഹം? ഉത്തരം ഇരുമ്പ്. ഹീമോഗ്ലോബിനിലുള്ള ലോഹമാണ് ഇരുമ്പ്. ഹൃദയത്തിന് 4 അറകളുള്ള ഒരേയൊരു ഉരകം? ഉത്തരം മുതല. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമാണ് വാതപ്പനി. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിൻ്റെ എത്ര ശതമാനമാണ് നൈട്രജൻ? ഉത്തരം 75.5%. ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ? ഉത്തരം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം ബസ്മതിയാണ്. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതി. ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തിൻ്റെ ആവരണം പെരികാർഡിയം. ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി? ഉത്തരം നീലത്തിമിംഗലം. ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനിയാണ് നീലത്തിമിംഗലം. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ക്ഷയം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. കരിമണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണ്? ഉത്തരം 1.86. പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഢമായ ഗുരുത്വാകർഷത്വമുള്ള ബഹിരാകാശ വസ്തു? ഉത്തരം തമോഗർത്തം. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയതാര്? ഉത്തരം ജോസഫ് ലിസ്റ്റർ. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത്? ഉത്തരം ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് 1985 രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം വാൾട്ടർ സിൻഷീമർ. ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി? ഉത്തരം കീഴ്ത്താടിയല്ല്. ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥിയാണ് കീഴ്ത്താടിയല്ല്. ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ? ഉത്തരം ഹാരിയറ്റ്. ചാൾസ് ഡാർവിൻ്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ഹാരിയറ്റ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഉത്തരം പരിസ്ഥിതി സംരക്ഷണം. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു? ഉത്തരം വൈറസ്. വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും
മാർജാര വർഗത്തിൽ പെട്ടതുമായ ഏകജീവി? ഉത്തരം ചീറ്റ. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്? ഉത്തരം മിനിറ്റിൽ 130 തവണ. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്കാണ് മിനിറ്റിൽ 130 തവണ. നവജാത ശിശുവിൻ്റെ അസ്ഥികളുടെ എണ്ണം? ഉത്തരം 300. അണുസംഖ്യ 100ആയ മൂലകം? ഉത്തരം ഫെർമിയം. അണുസംഖ്യ 100ആയ മൂലകം ഫെർമിയം. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം? ഉത്തരം ആന. ആനയാണ് 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തി? ഉത്തരം 78%. 1 പൗണ്ട് എത്ര കിലോഗ്രാം? ഉത്തരം 0.454. കൈക്കാലുകളിലെ ആകെ അസ്ഥികൾ? ഉത്തരം 126. കൈക്കാലുകളിലെ ആകെ അസ്ഥികൾ 126. കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന എസ്റ്റർ? ഉത്തരം ഈഥൈൽ ബ്യൂട്ടിറേറ്റ്. ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ്? ഉത്തരം 180. 1 ഓൺസ് എത്ര ഗ്രാം ആണ്? ഉത്തരം 28.35. മദ്യദുരന്തത്തിന് കാരണമാകുന്നത്? ഉത്തരം മീഥൈൽ ആൽക്കഹോൾ. മദ്യദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ആന്റോൺ ലാവോസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആന്റോൺ ലാവോസിയർ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സ്കർവി. സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. നിവർന്ന് നടക്കാൻ കഴിയുന്ന പക്ഷി? ഉത്തരം പെൻഗ്വിൻ. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം? ഉത്തരം പസഫിക് സമുദ്രം. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രം. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം? ഉത്തരം മഞ്ഞ. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡിസ് കൊതുകുകൾ. ഈഡിസ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. ചിറകുകളില്ലാത്ത ഷഡ്പദം മൂട്ട. ചുവന്ന ത്രികോണം എന്തിൻ്റെ ചിഹ്നമാണ്? ഉത്തരം കുടുംബാസൂത്രണം. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? ഉത്തരം അസ്ഥിമജ്ജയിൽ. അസ്ഥിമജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ രൂപം കൊള്ളുന്നത്. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥ? ഉത്തരം പോളിസൈത്തീമിയ. ആൽക്കഹോളിലെ ഘടകങ്ങൾ? ഉത്തരം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവ മൂന്നുമാണ് ആൽക്കഹോളിലെ ഘടകങ്ങൾ. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോൾഫിൻ. ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ. ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷി? ഉത്തരം പെൻഗ്വിൻ ആണ്. ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഓസ്മിയം. നിശാന്തതയുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം വിറ്റാമിൻ എ. നീരാളിക്ക് എത്ര കൈകളുണ്ട്? ഉത്തരം 8. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ? ഉത്തരം ചുവപ്പ്, പച്ച, നീല. വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം? ഉത്തരം ഗാൽവനോമീറ്റർ. വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഗാൽവനോമീറ്റർ. ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബൺ. വാതക രൂപത്തിലുള്ള ഹോർമോൺ? ഉത്തരം എഥിലിൻ. നീലക്കുറിഞ്ഞി എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത്? ഉത്തരം 12 വർഷം. 12 വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യോൽപാദനം. മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ഉത്തരം ഫാരഡേ. ഡൈനാമിക് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലെ. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസം. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസം. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം? ഉത്തരം പ്ലീഹ. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ്? ഉത്തരം DNA. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര DNA. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഭൂവൽക്കത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? ഉത്തരം 46.6%. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? ഉത്തരം വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി. ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ജീവി? ഉത്തരം നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി.
ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ആക്കുന്നു. ഉത്തരം നീല. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീല ആക്കുന്നു. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആണ് മൈലോഗ്രാം. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം. ഉത്തരം ഇന്റർഫെറൻസ്. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ വേഗം. ഉത്തരം 11.2 km/s. ഗ്ലാസിന് കടും നീല നിറം നൽകുന്നത്. ഉത്തരം കൊബാൾട്ട് ഓക്സൈഡ്. നട്ടെല്ലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി. ഉത്തരം ഭീമൻ കണവ. നട്ടെല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാളിക്കാണ്. ഷോർട്ട് ഹാൻഡിന്റെ ഉപജ്ഞേതാവാണ് ഐസക് പിറ്റ്മാൻ. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ്. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണമാണ്? ഉത്തരം 22 ക്യാരറ്റ്. നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുത് തിമിംഗലമാണ്, നീലത്തിമിംഗലമാണ്. പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഉത്തരം വാനില. വാനിലയാണ് പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷിപ്പനിക്ക് കാരണമായ രോഗാണു. ഉത്തരം H5N1. പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ. 1 ലിറ്റർ ജലത്തിന്റെ ഭാരം 1000 ഗ്രാം. ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയുടെ മറ്റൊരു പേര്. ഉത്തരം അൽസേഷ്യൻ. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഡോൾഫിൻ ആണ്. ജലദോഷത്തിന് കാരണം വൈറസ്. ജലദോഷത്തിന് കാരണം വൈറസ് ആണ്. ജിൻസെങ് എന്ന സസ്യത്തിന്റെ ജന്മദേശം. ഉത്തരം ചൈനയാണ്. ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികൾ 7. ജീൻ എന്ന പേര് നൽകിയത് വിൽഹം ജൊഹാൻസൺ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് ഹോം പേജ്. രാസചികിത്സയുടെ ഉപജ്ഞേതാവ് പോൾ എർലിക്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ്. ഉത്തരം ഫോർമിക് ആസിഡ്. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി. ഉത്തരം വൈറസ്. പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടി. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. റബ്ബറിന്റെ അടിസ്ഥാന ഘടകം ഐസോപ്രിൻ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്താണ്. ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ ആണ്. ജീവകം കെയുടെ രാസനാമം. ഉത്തരം ഫില്ലോക്വിനോൺ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. നെഫ്രോക്ടമി എന്നാൽ എന്ത്? ഉത്തരം വൃക്ക നീക്കം ചെയ്യൽ. സ്വർണത്തിന്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ക്യാരറ്റ് ആണ്. റയോൺ കണ്ടുപിടിച്ചത് ജോസഫ് സ്വാൻ. ജീവകം Hന്റെ രാസനാമം. ഉത്തരം ബയോട്ടിൻ. ജീവകം K ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു. ഉത്തരം പച്ചിലക്കറികൾ. ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം. ഉത്തരം ചെമ്പ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. ഏറ്റവും വലിയ കടൽ പക്ഷി ആൽബട്രോസ്. ഏറ്റവും വലിയ കോശം. ഉത്തരം ഒട്ടകപക്ഷിയുടെ അണ്ഡം. ഏറ്റവും വലുപ്പമുള്ള ചുവന്ന രക്താണു ഉള്ള പക്ഷിയും ഒട്ടകപക്ഷി തന്നെയാണ്. വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം. ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ഏറ്റവും വലിയ സസ്തനം നീലത്തിമിംഗലം. ഏറ്റവും വലിയ ജന്തുവിഭാഗം ആർത്രോപോഡ്. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന വസ്തു അന്നജം. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് H2N2. പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം. പരാതമായ ഏക സസ്തനമാണ് വവ്വാൽ. പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. അടുത്ത 150 ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയുടെ മറ്റൊരു പേര്. ഉത്തരം അൽസേഷ്യൻ. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഡോൾഫിൻ ആണ്. ജലദോഷത്തിന് കാരണം വൈറസ്. ജലദോഷത്തിന് കാരണം വൈറസ് ആണ്. ജിൻസെങ് എന്ന സസ്യത്തിന്റെ ജന്മദേശം. ഉത്തരം ചൈനയാണ്. ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികൾ 7. ജീൻ എന്ന പേര് നൽകിയത് വിൽഹം ജൊഹാൻസൺ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ.
ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് ഹോം പേജ്. രാസചികിത്സയുടെ ഉപജ്ഞാതാവ് പോൾ എർലിക്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ്. ഉത്തരം ഫോർമിക് ആസിഡ്.